പ്രാവർത്തികമാകും എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തീർച്ചയായും വരാം. ശ്രീ കെ എസ് ഗോപകുമാർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു വിഴിഞ്ഞവും നമുക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. ഒപ്പം GST വരുമാനം കൂട്ടാനുള്ള സാധ്യതകൾ അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും ഒടുവിലായി സൂചിപ്പിച്ച ഇന്ധന സെസ്സിന്റെ കാര്യമാണ്. അതൊക്കെ പിരിച്ചെടുക്കുക സംസ്ഥാനത്തിന് ഗുണകരമാകും എന്നൊക്കെ പറയുന്നു. മറ്റു തരത്തിൽ ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അധികം നികുതി ഭാരമില്ലാതെ മുന്നോട്ട് പോകുന്ന ആ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ബജറ്റ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കാഴ്ചപ്പാടല്ല, അത്തരത്തിലൊരു നിലപാട് നിലനിൽക്കുന്നുണ്ട്. താങ്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ബജറ്റിനെ കാണുന്നത്? ഈ ബഡ്ജറ്റ് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തിയത്. അതെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കേൾക്കാൻ കഴിഞ്ഞതും അറിയാൻ കഴിഞ്ഞതും. ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമെങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിനകത്ത് മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസിന്റെ കൃത്യമായ ഒരു വിശകലനം മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നോ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനങ്ങളാണ് നാളുകളിൽ ചെയ്യാൻ കഴിയുന്നത് ഒന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. എല്ലാ പദ്ധതികളിലേക്കുമായി ഒരു തലോടൽ മാത്രം നടത്തി പോകുന്ന സാഹചര്യമല്ലാതെ സാമൂഹ്യ പെൻഷനായാലും ശരി, അതിന്റെ കുടിശ്ശികൾ കൊടുക്കും, ലഭ്യമാക്കും, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കില്ല എന്നൊരു വാക്കിലേക്ക് മാത്രം ഒതുങ്ങുന്ന അവസരം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതികളായാലും ശരി, നികുതി കൂട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് പല രീതിയിലും സാമ്പത്തിക സമാഹരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടതൊന്നും തന്നെ ക്രിയേറ്റീവായിട്ട് ഗവൺമെന്റ് നാളുകളിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുള്ള വിലയിരുത്തലുള്ള ഒരു പദ്ധതികളോ അതുമായി ബന്ധപ്പെട്ട നികുതി ഏകീകരണങ്ങളോ ഒന്നും തന്നെ വ്യക്തമായി ഇവിടെ ബാലഗോപാലിന് വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോലും ഒറ്റ വാക്കിനകത്ത് പറയുന്നത് ഇത് സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തികയും സംസ്ഥാനത്തിന്റെ നാളത്തെ മുന്നോട്ടുള്ള പോക്കിനെയും യാതൊരു വിധമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല എന്ന ഒരു സ്ഥിതിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇന്ധന സെസ് വർദ്ധിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2% വർധന ഉണ്ടാകുമ്പോൾ ആനുപാതികമായി ഉണ്ടാകുന്ന വിപണന രംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങൾ അല്ല, നേരെ തിരിച്ച് ഉപഭോക്താക്കളായിരിക്കുന്ന ആൾക്കാർ തന്റെ ഉപഭോഗം കുറയുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെസ് വന്നതോടുകൂടി നമ്മുടെ സ്റ്റേറ്റ് ബോർഡേഴ്സിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒന്നും തന്നെ ഇപ്പോൾ പല പമ്പുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തുകയും വിപണനം മുഴുവൻ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥ. ഇവിടുന്ന് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ ആ സംസ്ഥാനത്ത് നിന്ന് ഇന്ധനം ശേഖരിച്ച ശേഷം ആവശ്യമുള്ള ഇന്ധനം അടിച്ച് ഇവിടെ വരിക, സംസ്ഥാനം കടക്കുന്നത് വരെയുള്ള മാത്രം ഇന്ധനം സംസ്ഥാനത്ത് അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ കൺസംഷൻ പൂർണ്ണമായി കുറയുകയും ആ കൺസംഷനിൽ നിന്ന് ലഭ്യമാകേണ്ടിയിരിക്കുന്ന ആ നികുതി നമുക്ക് ലഭ്യമാകുന്നത് ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം പോലും കുടിശ്ശിക നിവാരണത്തിന് ശരി, കിട്ടാനുള്ള നികുതി കുടിശ്ശികൾ തിരിച്ചെടുക്കുന്നതിന് ഏതെല്ലാം മാർഗങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പോൾ നികുതി സമാഹരണവുമായി ബന്ധപ്പെട്ട ഓരോ പ്രഖ്യാപനം നടത്തുമ്പോഴും ആ പ്രഖ്യാപനത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അധികമായി കിട്ടാൻ സാധ്യതയുള്ള നികുതി, ഇപ്പൊ കോടതി ഫീസുകളുടെ വർധനവുണ്ടായിരിക്കുന്നു, വസ്തുവുമായി ബന്ധപ്പെട്ട നികുതി, വസ്തു വിൽക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് കൈമാറ്റം ചെയ്യുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട എമൗണ്ടുകളിലേക്ക് ഒരു കണക്കിലേക്ക് അത് പലപ്പോഴും പല ഘട്ടത്തിൽ, അതുപോലെ തന്നെ വീടുകളുമായി ബന്ധപ്പെട്ട് നികുതി നിശ്ചയിക്കപ്പെടുമ്പോൾ ആ വീട്ടിന്റെ വിസ്തീർണം പ്രഖ്യാപിക്കുകയും അതിനകത്ത് ടെറസ് ഇട്ട വീടുകൾ, അത് ടെറസ് ഇട്ട വീടുകളുടെ പഴക്കവും ഒന്നും തന്നെ ആരും അവിടെ അംഗീകരിക്കുന്നില്ല. സ്ക്വയർ ഫീറ്റ് അടക്കമുള്ള മെൻഷൻ ചെയ്ത കാര്യം വരുമ്പോൾ അതിനൊക്കെ ജനങ്ങളുടെ എതിർപ്പുണ്ടാകുന്ന രീതിയിലേക്ക്, ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കുറെ കണ്ടീഷൻസ് മാത്രമാണെന്ന് പറഞ്ഞു പോയത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട് അവർ സംരക്ഷിക്കുന്ന രീതിയിലേക്ക്, സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, 6 മാസത്തെ ക്ഷേമ കുടിശ്ശിക നൽകാനുള്ളത് ആ കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റിനെ പരാമർശിച്ച ഒരു പരാമർശ പ്രസംഗത്തിലൂടെ മാത്രം പോയി. സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിനകത്ത് എല്ലാം പറയുമ്പോഴും
ആ വീഴ്ചയുണ്ടായ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴും അവിടെ അതിനകത്ത് കൃത്യമായി ബഡ്ജറ്റിനകത്ത് വായനയിൽ സാധാരണ ഒരു പ്രസംഗത്തിനകത്തോ നിയമസഭ പ്രസംഗത്തിനകത്തോ സാധാരണ ഇത്തരം കാര്യങ്ങൾ അവലംബിച്ചു പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത അല്ലെ പൂർണ്ണമാക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള കാര്യം ഇവിടെ തന്നെ ശ്രീ ഗോപകുമാർ, എന്തായാലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ നിലവിലുള്ള പെൻഷനുകൾ കൃത്യമായി മുടങ്ങാതെ നൽകാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് അത് സംസ്ഥാന സർക്കാർ നൽകുന്നില്ലേ ഈ ഒരു ബജറ്റിൽ? അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ ഒരു ബജറ്റിൽ നിങ്ങളുടെ തുക പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ ധനമന്ത്രി. അല്ല, അതിനകത്ത് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും പെൻഷൻ നൽകാൻ കഴിയും, പെൻഷൻ ഉറപ്പോടുകൂടി നൽകാൻ കഴിയും, പെൻഷൻ 6 മാസത്തെ കുടിശ്ശിക തീർക്കാൻ കഴിയും. ഒറ്റ വാക്കിനകത്ത് കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായത് ഒരു വേർഡ് മാത്രം സ്പെസിഫൈ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ 6 മാസം കുടിശ്ശിക ഉണ്ടാകുന്ന ഒരു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് പോലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക പുറത്ത് പ്രസംഗിക്കുകയും തോമസ് ഐസക് കൃത്യമായ രീതിയിൽ അവിടെ നിയമസഭയ്ക്കകത്ത് ആ 3 മന്ത്സിന്റെ മാത്രമാണെന്നും അത് സോഫ്റ്റ്വെയറുമായി അലോക്കേറ്റ് റേഷ്യൂസിന്റെ പേരിൽ ഉണ്ടായതാണെന്നും എന്ന് സ്വയം സമ്മതിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച ആളുകൾക്ക് നിയമസഭയ്ക്കകത്ത് ധവളപത്രം ഇറക്കുമ്പോൾ ആ ധവളപത്രത്തിനകത്ത് അതില്ലാതെ ഇപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഗവൺമെന്റ് നിൽക്കുമ്പോൾ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് 57,000 കോടി രൂപയുടെ കണക്ക് പറയാനല്ലാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന GSTയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്റ്റേറ്റ് ഗ്രോത്ത് 14% മുകളിലായിരിക്കുന്ന ആളുകൾക്ക് GSTയുമായി ഉണ്ടായിരിക്കുന്ന കോമ്പൻസേഷൻ തരില്ല എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടി നിൽക്കുമ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രോത്തായി വിശദീകരിക്കുന്നത് 20% ആണ്. ആ 20% 40% തമ്മിലുള്ള 6% ഡിഫറൻസ് നിൽപ്പുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ GSTയുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റിന് അർഹതയുണ്ടോ? ആ ഗ്രോത്തുമായി കാണിക്കുമ്പോൾ GSTയുടെ കണ്ടീഷൻസിൽ പറയുന്ന ആ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന റിലാക്സേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ റിലാക്സേഷന്റെ ബെനിഫിഷ്യമായി കണ്ടിന്യൂസ് ബെനിഫിഷ്യറീസ് ആണോ നമ്മൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബാലഗോപാലും ഗവൺമെന്റും പറയുന്നതും അത് തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അവിടെയാണ് കൃത്യമായ രീതിയിൽ ഈ സാമൂഹിക പെൻഷൻ കോടാനുകോടി രൂപ ഉള്ളപ്പോൾ ആ കോടാനുകോടി രൂപ കുടിശ്ശിക നിവാരണം നടത്താൻ എവിടെ നിന്നാണ് എക്സ്പെൻഡിച്ചർ കളക്ഷൻ വരുന്നത്? എവിടെ നിന്നാണ് നമുക്ക് സമാഹരണം വരുന്നത്? കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാകും എന്ന് കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞിരിക്കും എന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ ഈ പെൻഷൻ പൂർണ്ണമായി കൊടുത്തു നിൽക്കാൻ കഴിയുമോ? തുടങ്ങിയ കാര്യങ്ങളിനകത്ത് ബഡ്ജറ്റിനകത്ത് ഇപ്പോഴും ബഡ്ജറ്റിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും കിട്ടാനുള്ള നികുതികളുടെ വലിയ കുടിശ്ശിക സ്റ്റേറ്റിൽ നിന്ന് കിട്ടാനുള്ളത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ GSTയുമായി ബന്ധപ്പെട്ട് 35 to 40% മാത്രമേ അവിടെ വരുന്നുള്ളൂ. ബാക്കി ടാക്സ് ഈ സ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത് പൂർണ്ണമായി ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ്. എല്ലാ വിധത്തിലും കിട്ടുന്നത് മുഴുവൻ പൂർണ്ണമായി ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ്. 40% മാത്രമേ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്റ്റീവായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഈ 60% കളക്ഷൻ പൂർണ്ണമാണോ? അതിൽ നികുതി വെട്ടിക്കുന്ന ആളുകളെ നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ആ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓരോ വകുപ്പുകളും കഴിയുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പല റിലാക്സേഷൻസും കേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളീയവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികൾക്കും പോയി ഇത്തരം ടാക്സ് പേ ചെയ്യേണ്ട ആളുകളുമായി ടാക്സ് തന്നെ കളക്ട് ചെയ്യേണ്ട ആളുകൾ അവരിൽ നിന്ന് ഫണ്ട് കളക്ഷൻ ഡൊണേഷൻ രൂപത്തിൽ സ്വീകരിച്ചിരിക്കുക. ഇനി എങ്ങനെയാണ് അവരുടെ ടാക്സുമായി ബന്ധപ്പെട്ട് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും വ്യതിയാനമുണ്ട്? ചെലവുകളുടെ കണക്ക് ഏറും. ടാക്സ് പേ ചെയ്യാൻ വേണ്ടി ആരും കാണിക്കുന്നത് ചെലവുകളുടെ സാലറി രൂപത്തിൽ, റെന്റ് രൂപത്തിൽ, മറ്റ് എക്സ്പെൻഡിച്ചർ രൂപത്തിൽ എല്ലാം വെച്ചാണ് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ കളവാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ മാറ്റി ഇവർ കളക്ട് ചെയ്തെടുക്കാൻ കഴിയുക? വലിയ പ്രശ്നം തന്നെയാണ് എല്ലാ ബജറ്റിലും അതിനുശേഷം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു നികുതി പിരിവ് എങ്ങനെ കാര്യക്ഷമമാക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകളും അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചകളും ഒക്കെ അതിൽ കാണാൻ കഴിയും. ശ്രീ ലിജു, ഒരു ബജറ്റ് കൂടി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. പൊതുവെ തട്ടുകേടൊന്നും ഇല്ലാത്തൊരു ബജറ്റ് എന്ന് കാണാൻ